ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എന്നും കാണുന്നതിൽ വ്യത്യാസമായിട്ടുണ്ടല്ലേ ഇന്നത്തെ ഒരു വീഡിയോ. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്താ ഇങ്ങനെയെന്ന്. ഇതുവരെ നല്ല ഗെറ്റപ്പിലല്ലേ വന്നിട്ടുള്ളൂ നിങ്ങളെ മുന്നിലേക്ക്. ഇല്ല, ഇങ്ങനെ ഒരു കോലം ഉണ്ടെന്ന് നിങ്ങൾ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ട് വന്നത്. ഇന്ന് മോർണിംഗ് തലവേദനയും കാര്യങ്ങളായതുകൊണ്ട് ഭയങ്കര മേക്കപ്പും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. നിങ്ങൾ വിചാരിക്കും അയ്യോ നല്ലോണം ഒരുങ്ങിയൊക്കെയല്ലേ പറഞ്ഞേന്ന്. ഇല്ല, സാധാരണ ചെയ്യാറുള്ള ക്രീം ഇടും. ഇവിടെ ക്ലൈമറ്റ് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ സ്കിന്ന് ശരിയല്ല. അതുകൊണ്ട് ക്രീം ഉപയോഗിക്കാറുണ്ട്, ഒരു ലോഷനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കണ്ണെഴുതാറുണ്ട്, ഒരു പൊട്ടിടും, കുങ്കുമം ഇടും. ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് റെഡിയാവുന്ന വീഡിയോ ഇട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസങ്ങളൊന്നുമില്ല. പറഞ്ഞിരുന്നില്ല, ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ്. എല്ലാ പ്രാവശ്യത്തേക്കാളും കുറച്ചൊക്കെ കൂടുതലായിട്ടാണ് ഈ പ്രാവശ്യം അനുഭവപ്പെട്ടത്. ഇപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ മിക്കവാറും വയ്യാതെയുള്ള വീഡിയോസ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നൊരു വിശേഷമുള്ളത്, മോൻ നഴ്സറി പോയി തുടങ്ങിയിട്ടുണ്ട്, ഒരാഴ്ചയായി. അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് വെച്ചൊരു പനിയൊക്കെ വന്നു, മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഫ്ലോപ്പായി പോയി. അപ്പോൾ ഇന്നിനി മോനെ വിളിക്കാൻ വേണം. 1:30 ആകുമ്പോഴേക്കും സ്കൂളിൽ പോയി പിക്കപ്പ് ചെയ്തിട്ടാണ് വരാറ്. രാവിലെ ചേട്ടനാണ് കൊണ്ടുപോയി വിടാറുള്ളത്, ഉച്ചയ്ക്ക് ഞാൻ പോയി വിളിച്ചിട്ട് വരും. അപ്പോൾ ഇന്ന് പോകുന്നതിന് മുന്നേയുള്ള ശരി ഞാൻ റെഡിയാവുന്നത് മുതൽ മോനെ വിളിച്ചിട്ട് വരുന്ന എല്ലായിട്ടുള്ള വിശേഷങ്ങൾ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ വന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. 5000 അവർ ആയിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിമ്പിളായിട്ട് ഒരുങ്ങാറുള്ളത്. മുടിയിൽ ചെടയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഈ കെട്ട് വീടടക്കില്ല, അതിനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി തല കെട്ടാൻ പോവുകയാണ്. സിമ്പിൾ ഹെയർ സ്റ്റൈലൊക്കെയാണ്, അല്ല ഭയങ്കര എപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽസ്. പ്രത്യേകിച്ച് വലിയ മേക്കപ്പും മോഡൽസൊന്നും ഞാൻ ഇടാറില്ല. കുറച്ച് പേര് വീഡിയോസ് ചോദിച്ചു, ചേച്ചി ഹെയർ കട്ട് കാണിക്കേ, എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് നോക്ക്, അതിൻ്റെ ഒന്ന് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാണുന്നതോടെ നിങ്ങൾക്ക് മതിയാവും. ഇതൊക്കെയാണ് എൻ്റെ സിമ്പിൾ ഹെയർ കട്ട്. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. നോർമലായിട്ടാണ് ഞാൻ എപ്പോഴും റെഡി ആവാറുള്ളത്. ടൈം എടുത്ത് റെഡി ആവുന്നതിനോടൊന്നും എനിക്ക് ക്ഷമയില്ല, അങ്ങനെ ചെയ്യാനുള്ളൊരിതില്ല. പിന്നെ എനിക്ക് വേറെ ഒരു പ്രോഡക്റ്റും റെക്കമെൻഡ് ചെയ്യാനുമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റും ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. സിമ്പിളായിട്ട് പൊതുവേ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കൂടെയും ഞാനത് ഉപയോഗിച്ച് അതിൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലയെന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന എന്തെങ്കിലും 1-2 കാര്യങ്ങൾ, അത് ഒന്നിൻ്റെയും പ്രമോഷനോ അങ്ങനെ ഒന്നുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 10,000-5,000-ത്തിനകത്ത് സബ്സ്ക്രൈബേഴ്സുള്ള എനിക്ക് എന്ത് പ്രൊമോഷൻ വരാനാണ്? നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കോമൺ സെൻസ് അല്ലിക്കുള്ളേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രമോഷനായിട്ട് അങ്ങനെയുള്ളതൊന്നും കാണിക്കണമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഐറ്റംസും. ഇപ്പോൾ വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ പുട്ടുപൊടി പോലും എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ 2-3 കമ്പനികളുടെ ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഉപയോഗിച്ചിട്ട് എനിക്ക് അതിൽ ഏതാണ് ശരിയായിട്ട് തോന്നുന്നത്, വലിയ പ്രശ്നമില്ല, ഉപയോഗിക്കാൻ കൊള്ളാം, കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്യാറ്. കോസ്മെറ്റിക് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇല്ലാന്ന് തോന്നുന്ന ഐറ്റംസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളത്. അത് എനിക്ക് 100% എനിക്ക് പ്രശ്നമെല്ലാം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് അത് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, വേണ്ടെങ്കിൽ വാങ്ങണ്ട, അത്രയേ ഉള്ളൂ. ഞാൻ ആരോടും നിർബന്ധിക്കാതെ കൂടിയില്ല. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞു. ഞാൻ പിന്നെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. നല്ല മുടി പൊഴിച്ചിലും പ്രോബ്ലംസൊക്കെ ആയപ്പോൾ ഇനി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സംരക്ഷിക്കാൻ തുടങ്ങാമെന്ന് തോന്നി, അങ്ങനെ ചെയ്തതാണ്. പക്ഷെ സംരക്ഷിക്കണമൊന്നുമില്ല, മൊത്തത്തിൽ ഫ്ലോപ്പായി നടക്കുകയാണ്. പണികൾ കാരണം ഒന്നും നടക്കുന്നില്ല. വീഡിയോസ് പോലും കറക്റ്റായി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. തണുപ്പ് തന്നെയാണ് പ്രശ്നം. ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയതോടെ എല്ലാവർക്കും വയ്യാണ്ടാവാൻ തുടങ്ങി, പ്രോബ്ലംസ് ആവാൻ തുടങ്ങി. അങ്ങനെ എല്ലാം അങ്ങനെ പോവുക. ശരിയാവുമെന്ന് വിശ്വസിക്കാം, അത്രയല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞേ, ഹെയർ സ്റ്റൈൽ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ബണ്ണോ
അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലൈഡോ ഞാൻ വയ്ക്കും. ഇതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലോഷൻ ഞാൻ ഉപയോഗിക്കണമെന്ന്. ഇതാണ്. എത്ര പേർ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. സെറ്റാഫിലിൻ്റെയാണ്. കുട്ടികളുടെ മോന് ഉപയോഗിക്കുന്നത്, മോളും ഒക്കെ ഇതാ ഉപയോഗിക്കുന്നത്. കുട്ടികളോട്ട് അവർക്ക് ഇതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പേരിലാണ് ക്രീം ഉപയോഗിക്കുന്നത്. കാരണം അപ്പോഴപ്പോൾ ഫേസൊക്കെ റഫാവും. കുട്ടികളല്ലേ, പുറത്താക്കുമ്പോൾ ഡ്രൈ ആയിട്ടൊക്കെ തോന്നുന്നതുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഇട്ട് നോക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടിടണമെന്ന് ഉപയോഗിക്കുന്നത്. ഇതുവരെ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. മോക്ക് 10 വയസ്സായി. മോന് 4 വയസ്സാകാൻ പോകുന്നു. അപ്പോൾ ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സൈഡ് എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇതാണ് ക്രീം. പിന്നെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുക്കും, നല്ലതാണ്. എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് പറയണത്. വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലംസ് വരും. കാരണം ഞാൻ തന്നെയാണ് പിടിക്കുന്നതും ഞാൻ തന്നെയാണ് ഒരുങ്ങുന്നതും. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളങ്ങ് ക്ഷമിക്കുക, അത്രേ പറയാൻ പറ്റൂ. എന്തെങ്കിലും ക്ലാരിറ്റി കുറവൊക്കെ കാണും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത് എന്നോട് പറ്റുന്നിടത്തോളം ഞാൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ലോഷനാണ് ഞാൻ ഇടാറുള്ളത്, ഇട്ടു. പിന്നെ ഈ ഒരു സെൻറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേരെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? നല്ല മണമാണ്. ഇത് വാങ്ങിയത് ചാലയിൽ നിന്നാണ്. തിരുവനന്തപുരം ചാലയില്ലേ, അവിടെ നിന്നാണ് ഞാൻ പോയിട്ട് അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. നല്ല സൂപ്പർ സെൻറ്റാണ്. എപ്പോഴും പറ്റുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയി വാങ്ങാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ബ്ലൂ ലേഡി അങ്ങനെയൊക്കെയുള്ള നോർമൽ ഐറ്റംസൊക്കെ അങ്ങനെയുള്ളതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ ചേട്ടൻ്റെ ഇത് അടിച്ചു മാറ്റി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ബാം ഇതാണ്, വേറെ ഒന്നും ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ക്ലൈമറ്റ് കാരണം ഡ്രൈ ആവാൻ തുടങ്ങി, അതുകൊണ്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. അതിന് മുന്നേ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് കൂടുതൽ ഡ്രൈ ആകുമ്പോൾ നമ്മളെ വെളിച്ചെണ്ണയില്ലേ അതൊക്കെ തൊട്ടിങ്ങനെ, അല്ലെങ്കിൽ നെയ്യ് അതൊക്കെ തൊട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ചൊന്ന് മോഡേൺ ആവാമെന്ന് കരുതി ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ബീട്രൂട്ടിൻ്റെയാണ് എന്നവർ പറയുന്നുണ്ട്. ഉള്ളതാണോ എന്ന് വെച്ചാൽ ഞാനല്ല ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഞാനങ്ങ് വിശ്വസിക്കുന്നു, ഞാൻ ഉപയോഗിക്കുന്നു. ബീട്രൂട്ട് അതിൽ കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ കണ്ട എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കാണിക്കുന്നതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ശരിയാക്കിയിട്ടിടാം. കളറൊക്കെ വന്നോ? വലിയ കുഴപ്പമില്ല. ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തന്നെ നക്കി അങ്ങ് അകത്താക്കുമെന്നാണ് എനിക്ക് തോന്നാറുള്ളത് പലപ്പോഴും. എപ്പോഴും കിടക്കാറൊന്നുമില്ല. എന്നുവെച്ചാൽ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിലെ കാര്യം കഴിയും. ലൈറ്റായിട്ടൊരു കളർ വരും, ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. എനിക്ക് ഇടുമ്പോൾ ഇത് കൂടുതൽ നമ്മളെ ലിപ്പൊന്നും ഡ്രൈ ആവാതെ, ഞാൻ ലിപ്സ്റ്റിക്കൊന്നും ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ലിപ് ബാം ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കും. ഇത് ലൈറ്റ് പിങ്ക് കളറും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടും ഭയങ്കര ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കുങ്കുമാണ്. ഇത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണേ എനിക്കറിയില്ല. ഇത് നമ്മളെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന കുങ്കുമമാണ്. അതിനെ കൊണ്ടുവന്ന് ഞാൻ തട്ടി ഇതേപോലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയതാണ്. അതിനെ വാങ്ങിച്ച് അതിൽ തട്ടി എവിടെ നിന്ന് കിട്ടിയാലും കുറച്ച് അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വരാറുണ്ട്. അമ്പലങ്ങളിൽ നിന്ന് കുറച്ച് കുങ്കുമം എടുത്തിട്ട് വരാറുണ്ട്. വന്നിട്ട് ഇതിലങ്ങ് നിക്ഷേപിക്കുക, പിന്നെ ഇതിൽ നിന്ന് തന്നെ ഉപയോഗിക്കുക. ഇതാണ് എൻ്റെ രീതി. ഇത് പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടില്ല. അമ്പലത്തിൽ നിന്ന് ദേവിക്കൊക്കെ പൂജ ചെയ്ത് കിട്ടുന്ന കുങ്കുമമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. എത്ര പേർക്ക് അത് ഇഷ്ടമുണ്ടോ ഇല്ലേ എനിക്കറിയില്ല. എനിക്കിതാണ് ഇഷ്ടം, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ പറയണു. പിന്നെ പൊട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പൊട്ടാണ്, ഐടെക്സിൻ്റെ. പിന്നെ 2 സൈസ് ഞാൻ വാങ്ങാറുണ്ട്. ഇത് പലപ്പോഴും ഈ ഒരു സൈസ് കിട്ടാതെ വരുമ്പോൾ ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ സൈസിൽ നിന്ന് ഒരു പൊട്ട് ഇങ്ങനെ ഇട്ട് വെക്കുക. കറക്റ്റല്ലേ?
ഇനി എന്താ ഞാൻ ചെയ്യാറുള്ളത്? കണ്ണ് എഴുതാറുണ്ട്. ഈ ഒരു സംഭവം ഞാൻ കണ്ണെഴുതാനൊക്കെ ആയിട്ട് ഉപയോഗിക്കണേ. പക്ഷേ ഇതിൻ്റെ പേര് മൊത്തത്തിൽ മാഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പിന്നെ കണ്ടുപിടിച്ച് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഏതിൻ്റെയാണെന്ന് എനിക്ക് ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. കണ്ടോ, എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് വാങ്ങുമ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ അങ്ങനെ പേരൊന്നും ശ്രദ്ധിച്ച് വയ്ക്കാറില്ല. നോക്കും, അങ്ങ് പോയി വാങ്ങും, അത്രയാണ്. ഇത് എപ്പോഴും വാങ്ങുന്ന ഒരേ ബ്രാൻഡാണ്, പക്ഷേ എനിക്കതിപ്പോൾ ഓർമ്മയിലില്ല. ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കണ്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഇതാണ്. കരിമഷിയാണ്. ഞാൻ മുമ്പ് ഇങ്ങനെ റൗണ്ടായിട്ടുള്ള ഒരു ബോക്സ് ഇല്ലേ, അതിൽ നിന്നുള്ളതാണ്, ഐടെക്സിൻ്റെ. അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് കരി. പക്ഷേ അത് എപ്പോഴും നമ്മളിപ്പം അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ കഴുകിയാലും ചിലപ്പോൾ എരിവ് വരില്ലേ. അപ്പം നമ്മൾ കൈ തൊട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണ് മൊത്തം വെള്ളം വന്നുകൊണ്ടിരിക്കും. അത് സഹിക്കാൻ വയ്യാണ്ടായപ്പം കണ്ടുപിടിച്ചതാണിത്. എനിക്കിതിനും ഒരു കുറഞ്ഞതൊരു 1.5 വർഷമായിട്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മോക്കും ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുവരെ ഒരു പ്രോബ്ലവും ഉണ്ടായിട്ടില്ല. പിന്നെ കണ്ണ് എഴുതുന്നവർ, സ്ഥിരമായിട്ട് എഴുതുന്നവർ അത് കണ്ണ് എഴുതുക തന്നെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയണേ. കണ്ണ് എഴുതാതിരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മോൾക്കായാലും എനിക്കായാലും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. കണ്ണ് എഴുതിയിട്ട് കുറച്ച് ദിവസം കണ്ണ് എഴുതാതെയൊക്കെ ഇരിക്കുമ്പോൾ കണ്ണിൻ്റെ മുകളിലെ പോളയിൽ ഇങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ ഒരു സാധനം, അതിനെന്താ കക്കോട്ടി എന്നൊക്കെ പറയണേ നമ്മളുടെ ഇതിൽ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ എന്താണെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ ബോൾ പോലെ അതിങ്ങനെ കണ്ണിൻ്റെ പോളയിൽ ഇങ്ങനെ പൊങ്ങി താഴെ മുകളിലൊക്കെ വരും. അപ്പോൾ കണ്ണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അതങ്ങ് ഡെയിലി ഉപയോഗിച്ചിരുന്നാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ണ് എഴുതാതിരിക്കുമ്പോൾ അത് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഇതൊരു നിങ്ങൾക്കൊരു ഇതായിട്ട് ഹോം റെമഡി ആയിട്ട് പറഞ്ഞു തന്നതായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ്. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഫേസിൽ ഞാൻ പൗഡർ ഉപയോഗിക്കാറില്ല. പെട്ടെന്നൊരു ഡ്രൈ ആവുന്ന ഫേസാണ്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പക്ഷേ ഡ്രൈ ആയിട്ട് തോന്നും, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഇനി ഒരു ഹെയർ ബാൻഡ് ഉപയോഗിക്കും, ഇടും, പിന്നെ അങ്ങ് പോവും. ഇത്രയേ ഉള്ളൂ. 150 രൂപയാണ് ഈ ഷോളിൻ്റെ വില, ഈ ഡ്രസ്സിൻ്റെ വില. ഇനി നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞാൽ 325 റുപ്പീസാണ്. രാമേന്ദ്രയെന്നാണ് വാങ്ങിച്ചത്, ട്രിവാൻഡ്രം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ പോയി വാങ്ങുകയോ ചെയ്താൽ മതി. എന്തായാലും ഞാൻ ഇതിൻ്റെ ബിസിനസ്സൊന്നും നടത്താത്തത് കൊണ്ട് എനിക്ക് നിങ്ങൾക്കൊന്നും വാങ്ങിത്തരാൻ പറ്റില്ല. സ്ഥലം പറഞ്ഞുതരാം. ഇതാണ് കാര്യം. ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിയതാണ്. ഇത് 150 റുപ്പീസാണ്. ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 325. ഇനിയിപ്പോൾ കൂടിയോന്ന് എനിക്കറിയില്ല, ഞാൻ വാങ്ങിയപ്പോൾ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്ക് ഓവർ വീഡിയോ. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൊള്ളില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ കൊള്ളില്ല എന്ന് തന്നെ പറഞ്ഞോളൂ, എനിക്കത് ഇഷ്ടമാണ് കേൾക്കാൻ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് എഴുതൂ, അപ്പോൾ എനിക്കത് വായിക്കാമല്ലോ. നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ കമൻറ്റ് ഇടൂ എന്ന് പറയുന്നത്. വേറെ ആരുമായിട്ട് സംസാരിച്ചിരിക്കാൻ ഇല്ലാത്തൊരാളുടെ പ്രശ്നമാണെന്ന് കരുതിയാൽ മതി. അപ്പോൾ നിങ്ങളെപ്പോലത്തെ സഹോദരിമാരെയൊക്കെ എനിക്ക് അമ്മമാരും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റുകൾ വഴി ചോദിക്കുമ്പോൾ എനിക്കതൊരു സന്തോഷമല്ലേ. അത്രയും ഞാൻ ഉദ്ദേശിച്ചു. കുറ്റമായിരുന്നാലും ഒരു കുഴപ്പമില്ല, ഞാനൊന്ന് കേൾക്കട്ടെ, എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞേ കേൾക്കുമ്പോൾ ഒരു രസമല്ലേ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റുകൾ വഴി അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാൻ എനിക്കിഷ്ടമാണ്. അത് കുറ്റമായാലും ശരി തന്നെ, നല്ലതായിരുന്നാലും ശരി തന്നെ, എനിക്കിഷ്ടമായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ മേക്ക് ഓവർ വീഡിയോയും ഇന്നത്തെ എൻ്റെ ബാക്കിയുള്ള വീഡിയോസും ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ പൂർണ്ണമായി കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നേരെ പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റ് ഓൺ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ ഓക്കെ അല്ലേ, എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയതാണ്. അപ്പോൾ ഒരു ഇൻട്രോ പോലെ എടുക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും ലിഫ്റ്റ് ഓണായി. ശരി, അപ്പോൾ ലിഫ്റ്റിൽ കയറി നേരെ അങ്ങ് പോകാനുള്ളൊരിതൊക്കെ ആയിരുന്നു.
അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ടാണെന്നുള്ളത് അറിയാമല്ലോ. മോനെ വിളിക്കാൻ പോവുകയാണ്. ഞാൻ നടന്നാൽ പോവാറ്, അതിനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റിൽ അവൻ്റെ സ്കൂളിലെത്തും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും പിന്നെ അവൻ്റെ സ്കൂളിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണം. പിന്നെ എത്ര പേര് എന്നെ പോലെയൊക്കെ ഇങ്ങനെ ഉച്ചയ്ക്ക് മോനെ വിളിക്കാൻ, മക്കളെ വിളിക്കാനൊക്കെ പോവാറുണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നെ പോലെ തന്നെയാണോ, നിങ്ങളും ഇതൊക്കെ സിമ്പിൾ മേക്കപ്പ് ഒക്കെ ആണോ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ പറയണം. പിന്നെ ഇഷ്ടമായ അതിൻ്റെ ഇത് കമൻറ്റുകൾ വഴി അറിയിക്കണം. പിന്നെ അപ്പോഴേക്കും സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് വിടുന്നതിന് മുന്നേ കുട്ടികൾ കുറച്ചൊന്ന് എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള രീതിയിൽ അവിടെ ഡാൻസ് പ്രോഗ്രാംസൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മാറി നിന്നു. ചിലപ്പോൾ എന്നെ കണ്ട കളിക്കത്തൊന്നുമില്ല, തിരിച്ച് എന്നെ കാണുമ്പോൾ ഓടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് മാറി നിൽക്കുന്നതെന്നാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കണം. കുറച്ച് കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എത്തിയപ്പം 1 o'clock ക്ലാസ് കഴിയുന്നത്. എന്നാലും ഞാൻ ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞ് ചെല്ലാറുള്ളൂ. കാരണം അവർ ഫ്രണ്ട്സുമായിട്ട് വന്ന് കളിക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിക്കും പോകുന്നത് വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പയ്യെ അവനെ വിളിച്ചിട്ട് വരും. പക്ഷേ ഞാൻ വിചാരിച്ച് തുടക്കത്തിൽ ഈ സ്കൂളിൽ നേഴ്സറിയിൽ പോയി തുടങ്ങുമ്പോഴേക്കും ഞാൻ തന്നെ കൂടെ പോയി ഇരിക്കേണ്ട അവസ്ഥ വരുമെന്നൊക്കെയാണ് വിചാരിച്ചത്. കാരണം അപ്പോൾ ഒരു അമ്മ കുഞ്ചുമാണ്, എപ്പോഴും അമ്മ എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ പക്ഷേ എല്ലാവരും പറഞ്ഞു വിട്ടു തുടങ്ങുമ്പോൾ നിനക്ക് കഷ്ടമായിരിക്കും, നീ കൂടെ പോയി ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ എന്നും കരഞ്ഞൊക്കെ പോകൂലേ, ഭയങ്കര കഷ്ടമായിരിക്കും എന്നൊക്കെ. 2 ദിവസത്തേക്ക് അവനൊരു ചെറിയൊരു മടിയും, അതും വലിയ കരച്ചിലായിട്ടും പ്രോബ്ലമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ അവിടെ പോയി കുറച്ച് കൂട്ടുകാരെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമൊക്കെ അവൻ ഇങ്ങനെ പോയി തുടങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഒറ്റയ്ക്കായ പോലൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും ചിന്തിച്ചു, അവർക്ക് എപ്പോഴായിരുന്നാലും പോകണ്ടേ, പഠിക്കണ്ടേ. ഇപ്പോൾ നമ്മളുടെ സങ്കടം നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇതേപോലെ നമ്മളെ അമ്മയും അച്ഛനെയൊക്കെ ഒറ്റയ്ക്കാക്കി നമ്മൾ ഒരു ടൈമിൽ പഠിക്കാനും അതിനായിട്ട് പോയപ്പോഴും അവർക്കും ഇതേ സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളന്നത് അറിഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനങ്ങ് സമാധാനിക്കുകയും ഞാൻ തന്നെ സമാധാനിപ്പിക്കാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ഇതിനിടയിൽ നിങ്ങൾ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നേരെ മോനെ വിളിച്ചിട്ട് നേരെ വന്നത് ക്ഷേത്രത്തിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ നിങ്ങളിലേക്ക് എന്താ ഈ ഉച്ച സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന്? അതേ, ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം അവിടെ നമ്മളുടെ മണ്ഡലകാലത്തിൻ്റെ പൂജയും കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നു അയ്യപ്പ ക്ഷേത്രത്തിൽ. അപ്പോൾ അവിടെ ഒന്ന് ഒരുക്ക് പണികളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ അവിടെയുള്ള ആ ഒരു അസോസിയേഷനിലുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് അവിടെ ക്ഷേത്രം മൊത്തം ഒന്ന് അണിയിച്ചൊരുക്കണതും അവിടെ മനോഹരമായിട്ട് നമ്മൾ പറയില്ല അലങ്കാര പണികളൊക്കെ ചെയ്യുക എന്ന് പറയില്ലേ, അങ്ങനെ അലങ്കാര പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ബാക്കി കാണിച്ചു തരാം. പിന്നെ അപ്പോഴും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ അവിടെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നിന്ന് കൂടുതൽ എടുക്കാനൊന്നുള്ള സമയം കിട്ടത്തില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെയ്തെടുത്ത കുറച്ച് ഭാഗം ഞാൻ വരുന്നതിന് മുന്നേ എടുത്ത കുറച്ച് വീഡിയോയാണ് ഞാൻ ഉൾക്കൊള്ളിച്ച് അതിനകത്ത് കാണിച്ചത്. പിന്നെ നേരെ വീട്ടിൽ വന്നു. അപ്പോഴേക്കും ഒരു 5-5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ ഇട്ടു. മോൾക്കും മോനുമൊക്കെ സ്നാക്സ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കി. ഇന്ന് കുറച്ച് കായ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് വെച്ച് പഴംപൊരി ഉണ്ടാക്കി. ചായയായിരുന്നു വൈകിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കഴിച്ചിട്ട് ഇനി രാത്രിത്തേക്കൊന്നും കരുതേണ്ട ആവശ്യമില്ല. കാരണം രാത്രി ക്ഷേത്രത്തിൽ തന്നെ ഫുഡുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്നാക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ മതിയായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടായിരുന്നത്. അപ്പോൾ ഒന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് കുളിച്ച് റെഡിയായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഇനി എത്തുമ്പോൾ എങ്ങനെയായിരുന്നാലും ലേറ്റാവും. 9-10 o'clock ആവും. അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ട് പിന്നെ നടയടച്ച് എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഫുഡുണ്ടെന്ന് പറഞ്ഞല്ലോ, ഫുഡും കഴിച്ചിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് പണിക്ക് നിൽക്കാനുള്ളൊരിതൊന്നും കാണില്ല, കയറി കിടന്ന് ഉറങ്ങാനേ തോന്നത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വിചാരിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി ക്ലീനൊക്കെ ചെയ്തിട്ടൊക്കെ പോകാമെന്ന്. അപ്പോൾ കുറച്ച് ഒരു 6-6:45 അടുപ്പിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ചെന്ന് അവിടെ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരുക്ക് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെന്താ പറയാൻ എനിക്ക് അത്ര ഇതായിട്ട് അറിയില്ല.
എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ മൊത്തം അലങ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പൂക്കൾ വെച്ച് നമ്മൾ അത്തപ്പൂക്കൾ ഇടുന്ന അതേ ഒരു ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തപ്പൂക്കളുണ്ടായിരുന്നു. പിന്നെ നടയിൽ നിന്ന് കയറി അങ്ങ് ക്ഷേത്രം നട വരെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം വരെ അലങ്കാരമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെയൊക്കെ ചെയ്തു. അപ്പം ഇപ്പോൾ അത് കണ്ടപ്പോൾ അപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് അത്രത്തോളം ഒന്നും തോന്നിയില്ല. ഇപ്പോഴും അത് വന്ന് ഒന്നും കൂടെ കണ്ടപ്പോഴാണ് അതിൻ്റെ ഭംഗി യഥാർത്ഥത്തിൽ മനസ്സിലായത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും കൂടെ ചേർന്നാണല്ലോ അത് ഇട്ടേന്ന് ഓർമ്മിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോഴേക്കും മറു സൈഡിൽ നമ്മൾ ക്ഷേത്രത്തിലെത്തി തൊഴുതു. അപ്പോൾ തന്നെ അവിടെ മറു സൈഡിൽ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഭഗവാനെയൊക്കെ തൊഴുതു, ദീപാരാധന തൊഴുതിട്ട് നേരെ ആ പ്രോഗ്രാം ഒന്ന് കാണാനായിട്ട് പോയി. വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. കണ്ടിരിക്കാൻ തോന്നും. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിന് മുന്നേ ഉള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. മോളുടെ പ്രോഗ്രാം ഒരെണ്ണം ഇവിടെ വെച്ചിട്ടായിരുന്നു. ഗുരുപൂജ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വച്ചിട്ടാണ് നടത്തിയിരുന്നത്. ഈ ക്ഷേത്രത്തിലും ഈ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു പ്രോഗ്രാം അവൾക്കുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ഇവരെ കളിക്കുന്ന കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സൗണ്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഡാൻസിൻ്റെ. പക്ഷേ അത് എന്തൊക്കെ പ്രോബ്ലംസ് വന്ന് കാണിക്കുകയാണ്. പിന്നെ വീഡിയോ ഒന്നും കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് സൗണ്ട് മാറ്റേണ്ടി വന്നു. ഇത് ഞാനീ സരസ്വതി എന്നുള്ള ആ സോങ് ആയിരുന്നു. നല്ല കേട്ടും കണ്ടുമിരിക്കാൻ നല്ല പഴയ സോങ്ങാണ്. നല്ല കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. മനോഹരമായിട്ടുള്ള ഒരു നൃത്തമായിരുന്നു അത്. പിന്നെ ഇതിനെ വേറെ 2-3 വെർഷനിലുള്ള കുറച്ച് ഡാൻസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന്. പിന്നെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവിടെ കണ്ടതെടുക്കണമെന്ന് തോന്നി. ഞാൻ സൗണ്ട് ഫസ്റ്റ് ഉൾപ്പെടുത്തിയാണ് വീഡിയോ ഇട്ടത്. പക്ഷേ അത് എനിക്ക് ഇതിൽ എന്താ പറയുക, കോപ്പി റൈറ്റിങ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നു. അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കതിനെക്കുറിച്ച് വലിയ ഇതില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മളിപ്പം ഡയറക്റ്റ് എവിടെയെങ്കിലും പോയി ഇങ്ങനെയൊക്കെയുള്ളത് വീഡിയോസ് എടുക്കുമ്പോൾ അതിൽ സോങ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെന്തെങ്കിലും ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൽ കാണുന്നവരിലുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണം. അപ്പോൾ അതെനിക്കൊരു നല്ല ഹെൽപ്പായിരിക്കും. അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഡാൻസും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ക്ഷേത്രത്തിൽ പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് വീണ്ടും പോകേണ്ടതായിട്ട് വന്നു. പക്ഷെ പോയി അവിടെ 1-2 കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇവിടുത്തെ ക്ഷേത്രം അയ്യപ്പ ടെമ്പിളാണ്. ലാൽ ബസാർ അയ്യപ്പ ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രത്തിന് പറയുന്നത്. നമ്മളെ ബൊലാറ അയ്യപ്പ ടെമ്പിൾ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് വീടിനടുത്തും ഇവിടെ ഏകദേശം എല്ലാവരും മലയാളീസും എല്ലാം വന്നു പോകുന്നൊരു അയ്യപ്പ ടെമ്പിൾ ഇത് രണ്ടുമാണ്. ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ ഇത് വാർഷിക പൂജ നടക്കുമ്പോഴൊക്കെ സുരേഷ് ഗോപി അങ്ങനെയുള്ള പ്രമുഖ വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് കേട്ട ഹൈദരാബാദിൽ 2 അയ്യപ്പ ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. ക്ഷേത്രങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് എല്ലാവരുമായിട്ട് നാട്ടുമ്പുറത്തുള്ള എല്ലാവരും അയൽവാസികളായിട്ട് എല്ലാവരും നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിവിടെ ഓരോ അപ്പാർട്ട്മെൻറ്റുകളായിട്ടോ അല്ലെങ്കിൽ വില്ലാസായിട്ടോ എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിലൊരു മലയാളി കാണും. അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഈ മലയാളികളെല്ലാം കൂടെ ഒത്തുകൂടാനും ഇങ്ങനെയുള്ള കുറച്ച് സംഘടനകൾ, ഈ കൈരളി, NSS ഇങ്ങനെയൊക്കെയുള്ള പല പല സംഘടനകളുണ്ട്. അപ്പോൾ അതുകൾ വഴിയും അല്ലെങ്കിൽ മെയിനായിട്ട് ക്ഷേത്രങ്ങൾ വഴിയായിരിക്കും കൂടുതലും മലയാളീസുകൾ പരസ്പരം ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരണം, കല്യാണമോ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് എല്ലാവരും പരസ്പരം ഒന്ന് കാണുന്നതും എല്ലാവരും തമ്മിൽ നിങ്ങളെവിടെയാണ് എങ്ങനെയാണ് നമ്മൾ കാണാത്തവരെ പോലും നമ്മൾ ഇങ്ങനെ അറിയാത്തവരെ പോലും നമുക്ക് ആ സമയങ്ങളിൽ നല്ല ഫ്രണ്ട്സായിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂട്ടുകൂടും. ഇങ്ങനെയുള്ള ഓരോ വേദികളിലൂടെയാണ് നമുക്കറിയാത്ത നമ്മൾ കാണാത്തതായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്കൊരു നല്ലൊരു ബോണ്ടിങ്ങിലെത്തും. എന്ന് വെച്ചാൽ ഇപ്പം നാട്ടിൻപുറത്താണെങ്കിൽ നമ്മളെല്ലാവരും റിലേഷൻഷിപ്പ് എല്ലാവരും കാണുമല്ലോ. നമ്മുടെ റിലേഷനിലുള്ള എല്ലാ ആൾക്കാരും എല്ലാവരും കാണും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നില്ല. അതേസമയം മറ്റ് നാടുകളിൽ പോയി താമസിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ സത്യമാണ്.
കാരണം ഇവിടെ അറിയില്ലേ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ നമ്മളെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ജീവിക്കുക, രാവിലെ പോവുക, ജോലി ചെയ്യുക, വരിക, ഇങ്ങനെയുള്ളൊരു രീതിയാണ്. അപ്പോൾ ആരുമായിട്ട് വലിയ ഒരു ഇതില്ല. അപ്പോൾ നമുക്ക് തോന്നും ആരെങ്കിലുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ തോന്നിയാൽ ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് അതിനൊക്കെ ഒരു അവസരം കിട്ടുകയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ നമുക്കറിയാത്ത പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നിങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള നല്ല ഫാമിലികളുമായിട്ട് കൂട്ടുകൂടാൻ കിട്ടുന്ന അവസരം, ഇതൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?